പ്രിയപ്പെട്ടവര്, യുദ്ധത്തെക്കുറിച്ച് താൽക്കാലികമായെങ്കിലും ഒരു യുദ്ധത്തിന്റെ ഭീതി ഒഴിവായ ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. അത്തരമൊരു സന്ദർഭത്തിൽ കൂടിയാണ് ചിന്ത ഇങ്ങനെ ഒരു വിഷയം നിശ്ചയിച്ചിട്ടുള്ളത്. യുദ്ധങ്ങളുടെ ചരിത്രം മറ്റു പലതും എന്നതുപോലെ നിയതമായ ഒരു രൂപമുള്ളതല്ല. ലോകത്തിലെ ആദ്യത്തെ യുദ്ധം ഏത് എന്ന ചോദ്യത്തിന് ഏറ്റവും ശരിയായ ഒരു ഉത്തരം കണ്ടുപിടിക്കുക പ്രയാസവുമാണ്. ചിലർ പറഞ്ഞതായി കേട്ടിട്ടുള്ളത് സുമേറിയൻ യുദ്ധമോ മറ്റോ ആണ് എന്നാണ്. ആ ഉത്തരം ശരിയായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഓരോ സംഭവങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതിനുമൊക്കെ എത്രയോ കാലം മുൻപ് തന്നെ യുദ്ധങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. മാനവരാശിയുടെ ആവിർഭാവത്തോളം തന്നെ യുദ്ധങ്ങൾക്കും പഴക്കമുണ്ടാവും എന്നാണ് തോന്നുന്നത്. പിന്നീടൊരു സവിശേഷ ഘട്ടത്തിൽ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കാൻ ആരംഭിച്ചപ്പോ അന്നത്തെ ജനതയുടെ ഓർമ്മയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളായിരിക്കും നമ്മളിപ്പോ ആദ്യത്തേത് എന്നൊക്കെ അടയാളപ്പെടുത്തുന്നത്. ആദ്യത്തെ യുദ്ധമേത് എന്നതിന് ഏറ്റവും ശരിയായ ഉത്തരം കണ്ടെത്തുക അസാധ്യമാണെന്നതുപോലെ തന്നെ ഒടുവിലത്തെ യുദ്ധമേത് എന്ന ചോദ്യവും അപ്രസക്തമാണ്. ഇപ്പോ ഇങ്ങനെയൊരു യോഗം നമ്മളിവിടെ ഒത്തുകൂടുന്ന സമയത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലസ്തീനിലെ മനുഷ്യക്കുരുതികളെ കുറിച്ചാണ് ഇവിടെ മോഡറേറ്റർ എന്നൊക്കെയാണ് സാധാരണ കേട്ടിട്ടുള്ളത്. മോട്ടിവേറ്റർ എന്നാണ് ഇവിടെ സ്വാഗതം പറഞ്ഞത്. മോട്ടിവേറ്റർ സൂചിപ്പിച്ചത് പലസ്തീനിലെ മനുഷ്യക്കുരുതികളെ കുറിച്ചാണ്. അപ്പൊ അവിടെ ഏകപക്ഷീയമായ വംശഹത്യയാണ് ഇപ്പൊ നടക്കുന്നതെങ്കിലും യുദ്ധം എന്നാണ് പേര്. അത് നടക്കുന്നു. ഉക്രൈനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നാറ്റോ റഷ്യയുമായി ഏർപ്പെട്ടിട്ടുള്ള മറ്റൊരു യുദ്ധം ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. പിന്നെ ഏറിയോ കുറഞ്ഞോ യുദ്ധം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ തന്നെ പെടാവുന്ന വലിയ സംഘർഷങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ ആദ്യത്തെ യുദ്ധമേതെന്നതുപോലെ ഒടുവിലത്തെ യുദ്ധമേത് എന്നതും എളുപ്പത്തിൽ വിശകലനം ചെയ്യാനാവാത്ത, മറുപടി പറയാനാവാത്ത ഒരു സമസ്യയായിട്ട് തന്നെയാണ് തുടരുന്നത്. ജോർജ് സാന്റയാനോ മറ്റോ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, only the dead have seen the end of the war. യുദ്ധത്തിന്റെ അന്ത്യം കണ്ടവർ മരിച്ചവർ മാത്രമാണെന്ന്. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയായിരിക്കണം അദ്ദേഹം അർത്ഥമാക്കിയിട്ടുണ്ടാവുക. മരിച്ചവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാനാവില്ല. അപ്പൊ ഏതെങ്കിലും ഒരു യുദ്ധത്തിന്റെ അന്ത്യം കണ്ടിട്ടുള്ളത് ആ യുദ്ധത്തിൽ മരിച്ചവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കഴിഞ്ഞു. മരിച്ചവരെ സംബന്ധിച്ച് യുദ്ധം കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ യുദ്ധം അവസാനിക്കുന്നില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ വി കെ ജോസഫിന്റെ നോവലിന്റെ പേര് മരിച്ചവരുടെ യുദ്ധങ്ങൾ എന്നാണ്. അത് വായിച്ചപ്പോ പെട്ടെന്ന്, പുസ്തകം വായിച്ചിട്ടില്ല, തലക്കെട്ട് വായിച്ചപ്പോ കൂടുതലൊരു ആകുലത തോന്നി. അപ്പൊ പറഞ്ഞു വരുന്നത്, ലോകത്തിൽ അവസാനമില്ലാത്തതെന്ന് തോന്നിപ്പിക്കും വിധം ചരിത്രത്തിലുടനീളം യുദ്ധം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ നിർവചനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർവചനത്തിനകത്ത് യുദ്ധം ഒതുങ്ങുമോ എന്നും അറിയില്ല. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കൊലകൾക്ക് മേൽ കൂട്ടക്കൊലകൾ നേടുന്ന വിജയമാണ് യുദ്ധം. ക്രൂരതകൾക്ക് മേൽ കൊടും ക്രൂരതകൾ നേടുന്ന വിജയമാണ് യുദ്ധം. ഏറ്റവും കൂടുതൽ ഹിംസ നടത്തുന്നവർ ജയിക്കുന്നതാണ് യുദ്ധം. അങ്ങനെയാണ് ഇതുവരെയുള്ള യുദ്ധാനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. രണ്ടാം ലോക യുദ്ധം അവസാനിക്കുമ്പോൾ 7-8 കോടി മനുഷ്യർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. ആരാണ് കൊല്ലപ്പെട്ടവരുടെയൊക്കെ കണക്ക് ഇത്ര കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക എന്നത് മറ്റൊരു പ്രശ്നമാണ്. ഒരു കണക്കും ശരിയാകാനിടയില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആചരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കൊല ചെയ്യപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് പട്ടികകൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ടെക്സ്റ്റിലും കണ്ടിട്ടുള്ള ഒരു കാര്യം, അതിൽ തിരോധാനം ചെയ്യപ്പെട്ടവരും അപ്രത്യക്ഷരായ മനുഷ്യർ ഈ കേരളത്തിൽ നമുക്കത് കാണാൻ കഴിയും. കാണാതായ മനുഷ്യർ, ഒരു ചെറിയ അടയാളം പോലും അവശേഷിപ്പിക്കാതെ
എന്ത് സംഭവിച്ചുവെന്ന്, മരിച്ചുവെന്ന് പോലും തീർപ്പ് കൽപ്പിക്കാനാവാത്ത മനുഷ്യരുടെ നീണ്ട പട്ടികയുണ്ട്. അപ്പൊ ഒരു യുദ്ധം കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ഊഹിക്കാവുന്നതേ. കണക്കെല്ലാം ഒരു ഏകദേശ കണക്കായിരിക്കാനാണ് സാധ്യത. അപ്പൊ 7-8 കോടി മനുഷ്യർ കൊല്ലപ്പെട്ടു എന്നാണ്. അതിൽ 1/3 മാത്രമാണ് സൈനികർ എന്ന് എല്ലാ പുസ്തകങ്ങളും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം സിവിലിയന്മാരാണ്. യുദ്ധം തുടങ്ങാനെടുക്കുന്ന തീരുമാനത്തിലോ ആ തീരുമാനം നടപ്പിലാക്കുന്നതിലോ ഒരു പങ്കും വഹിച്ചിട്ടില്ലാത്തവർ, യുദ്ധവുമായി ആ അർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ലാത്തവർ, അങ്ങനെയുള്ളവരാണ് കൂടുതലായും കൊല്ലപ്പെട്ടിട്ടുള്ളത്. എല്ലാ യുദ്ധങ്ങളുടെയും അനുഭവം അതാണ്. ഇപ്പൊ പലസ്തീനെ കുറിച്ച്, ഗസയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഗസയിലും കൊല്ലപ്പെട്ടവരെ സംബന്ധിച്ചുള്ള ഏകദേശ കണക്ക് ലോകത്തിലെ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടതനുസരിച്ച് മഹാഭൂരിപക്ഷവും കുഞ്ഞുങ്ങളാണ്, കൊച്ചു കുട്ടികളാണ്. ഒരു ദിവസം മുതൽ 1, 2, 4, 5 ഒക്കെ വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷം. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ മാതൃഭൂമി ഓണപ്പതിപ്പിൽ ശ്രേഷ്ഠനായ കഥാകാരൻ ടി പത്മനാഭന്റെ ഒരു കഥയുണ്ട്. ആ കഥയിൽ കഥാനായകനെ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി സംഘാടകർ വിളിച്ചു കൊണ്ടുപോവുകയാണ്. പ്രസംഗിക്കേണ്ട വിഷയം പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം എന്നതാണ്. പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്നതാണ്. എന്താണ് പ്രസംഗിക്കേണ്ടതെന്നറിയാതെ കഥാനായകൻ വേദിയിൽ ഇങ്ങനെ ആകുലചിത്തനായിരുന്ന അദ്ദേഹത്തിന്റെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം നേരെ മൈക്കിന്റെ മുൻപിൽ നിൽക്കുന്നു. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ വരയ്ക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കേണ്ടതെന്നറിയില്ല. അല്പനേരം സദസ്സിനെ നോക്കി നിന്ന ശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്നു. ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: കുട്ടികൾ നിലവിളിക്കുകയാണ്, ഞാനത് കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും അത് കേൾക്കാൻ കഴിയും. ഞാൻ ഗസയിലാണുള്ളത്. ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടാവിശിഷ്ടങ്ങൾക്കിടയിൽ ആകാശത്തേക്ക് നോക്കി കൈകൾ ഉയർത്തി നിൽക്കുകയാണ് ഗസയിലെ കുട്ടികൾ. അവരുടെ അച്ഛനമ്മമാർ മരിച്ചുപോയി, കൊന്നതാണ് എന്ന് കഥ ഇങ്ങനെ നീണ്ടുപോകും. അവർക്ക് വിശക്കുന്നുണ്ട് എന്നാണ് കഥയിൽ പറയുന്നത്. ആകാശത്തുനിന്ന് വിമാനത്തിൽ ഭക്ഷണപ്പൊതികൾ ഇട്ടു തരുമെന്ന് പ്രതീക്ഷിച്ച് കൈകൾ ഉയർത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ആ കഥയിൽ. പക്ഷെ ഭക്ഷണത്തിന് പകരം ബോംബും മിസൈലുമാണ് വർഷിക്കുന്നത് എന്ന് ഞാൻ കഥയിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. പറഞ്ഞു വരുന്നത്, പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധിയെ കുറിച്ചുള്ള പങ്കിനെ കുറിച്ച് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാളും മനുഷ്യനാണെങ്കിൽ ഗസയിലെ കുട്ടികളുടെ വിലാപത്തെ കുറിച്ച് പറഞ്ഞേ തീരൂ എന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ദയാരഹിതമായി മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുന്നു യുദ്ധത്തിന്റെ പേരിൽ. ചരിത്രത്തിൽ ഉടനീളം ഇത്തരം അനുഭവങ്ങൾ നമുക്ക് കാണാനും കഴിയും. യുദ്ധത്തിലെ വിജയപരാജയങ്ങളെ കുറിച്ചും ചിന്തോദ്ദീപകമായ ഒരുപാട് നിരീക്ഷണങ്ങൾ നമുക്ക് ചുറ്റും പുസ്തക രൂപത്തിലുണ്ട്. യുദ്ധത്തിൽ സത്യത്തിൽ വിജയികൾ എന്ന് പറയുന്നത് പല തലത്തിൽ പരാജയപ്പെട്ടവർ മാത്രമാണ് യുദ്ധത്തിലുള്ളത്. പലതലത്തിൽ പരാജയപ്പെട്ടവരിലാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ നാം വിജയികൾ എന്ന് പറയുന്നത്. കാലത്തിന് ഭേദപ്പെടുത്താനാവാത്ത മുറിവുകളുമായി ജീവിക്കുന്നവരാണ് യുദ്ധത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ രാഷ്ട്രവും എന്നതാണ് വസ്തുത. ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ കഴിഞ്ഞു പോയ യുദ്ധങ്ങളുടെ മരണസംഖ്യയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതിയാണ് ലോകത്തിന്റെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളെല്ലാം അവരുടെ വരുമാനത്തിന്റെ മുഖ്യ പങ്കും ചെലവഴിക്കുന്നത് സൈന്യങ്ങളെ നിലനിർത്താനാണ്. ആ സൈന്യങ്ങളെ യുദ്ധസജ്ജമായി രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇക്കൊല്ലത്തെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം 6 ലക്ഷം കോടിയിൽ പരം രൂപയുടേതാണ് എന്നാണ് തോന്നുന്നത്. 6 ലക്ഷം കോടിയാണ്. അത് നമുക്ക് പെട്ടെന്ന് മനക്കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു സംഖ്യയല്ല. 6 കഴിഞ്ഞൊരു 12 ഇടുമ്പോഴാണ് 6 ലക്ഷം കോടി. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് ഇക്കൊല്ലത്തെ പ്രതിരോധ ബജറ്റ്. വലിയ മോശമല്ലാത്ത തുക പാകിസ്ഥാനും പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെക്കുന്നുണ്ട്. ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളെല്ലാം അങ്ങനെ നീക്കിവെക്കുന്നുണ്ട്. എന്നാൽ യുദ്ധത്തെ സംബന്ധിച്ച ആശങ്കകൾ ഒഴിയുന്ന ഒരു ലോകം നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്നുണ്ട്. സൈന്യമില്ലാത്ത രാഷ്ട്രം, അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നാലോ? ലോകത്തിലെ ചില ചെറിയ രാജ്യങ്ങൾ സൈന്യമില്ലാതെ
മുൻപോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഐസ്ലാൻഡിനെ പോലെ, വത്തിക്കാനെ പോലെ, പനാമയെ പോലെ, കോസ്റ്റോറിക്കയെ പോലെ ചില രാജ്യങ്ങൾക്ക് സൈന്യമില്ല. പെട്ടെന്നൊരു നിമിഷം നമ്മുടേതുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സൈന്യത്തെ ഉപേക്ഷിക്കാനാകുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അങ്ങനെ ആയാലോ, അതിർത്തിയിൽ സംഘർഷമില്ലാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നാലോ, ഒരിക്കൽ ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും അതിർത്തി സന്ദർശിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ബംഗാളിലെ ജയ്ഗാവ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി പല ഭാഗങ്ങളുണ്ട്. ഒരു പ്രധാന റോഡ് കടന്നു പോകുന്നത് ഈ ഭാഗമാണ്. അതിൽ ഇന്ത്യയുടെ ഭാഗത്തിനാണ് ജയ്ഗാവ് എന്ന് പറയുന്നത്, ഭൂട്ടാന്റെ ഭാഗത്തിന് ഫുഡ്സലിംഗ് എന്നാണ് പറയുന്നത്. അതിന് നടുവിൽ ഒരു ഗേറ്റ് ആണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി, അതെപ്പോഴും തുറന്നിട്ടിരിക്കും. എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയത് അതിൽ ഇന്ത്യയുടെ ഭാഗത്തെ മിലിറ്ററി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാർപ്പായ വലിച്ചു കെട്ടിയ, നമ്മുടെയൊക്കെ ഇവിടുത്തെ തട്ടുകട പോലെ ഒരു ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു ചെറിയ, മഴ പെയ്താൽ നനയാതിരിക്കാൻ പറ്റിയ ഒരിടം. അവിടെ ഒരു പ്ലാസ്റ്റിക് കസേര, ഒരൊറ്റ കസേര, അതാണ് ഇന്ത്യയുടെ മിലിറ്ററി പോസ്റ്റ്. ആ കസേരയിൽ ഒരു പട്ടാളക്കാരൻ, അയാളുടെ കയ്യിൽ ഒരു ലാത്തിയുണ്ട്, തോക്കൊന്നുമില്ല, അയാൾ ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് അയാൾ അവിടെ ഇരുന്ന് ബോറടിക്കുമ്പോൾ അടുത്ത ചായക്കടയിലൊക്കെ പോയിട്ടിരിക്കും, അവിടെ ചിലപ്പോൾ കിടന്നുറങ്ങും. തൊട്ടപ്പുറത്ത് ഭൂട്ടാനിൽ പോയാൽ അവിടെ മിലിറ്ററി പോസ്റ്റേ ഇല്ല, അവിടെ അങ്ങനൊരു സംഭവം ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഭൂട്ടാനിൽ കടന്നു ചെല്ലാം. വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇന്ത്യൻ രൂപ അവിടുത്തെ കടകളിലൊക്കെ കൊടുക്കുക, അതൊക്കെ അവിടെ വാങ്ങും. അങ്ങനെ ഒരു രാജ്യ അതിർത്തിയുണ്ട്. എന്നാൽ തീർത്തും വിഭിന്നമായ ഒരു സാഹചര്യം ഇന്ത്യ പാക് ബോർഡറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ലോകമെമ്പാടും അതിർത്തികളെ കുറിച്ചുള്ള ആകുലതകൾ ഇല്ലാതാവുകയും ഭാരിച്ച സൈന്യത്തെ നിലനിർത്തേണ്ട ആവശ്യമില്ലാതാവുകയും ചെയ്ത പ്രതിരോധ ബജറ്റിന് വേണ്ടി നീക്കിവെക്കുന്ന തുക രാഷ്ട്രത്തിന്റെ സർവതല സ്പർശിയായ വികസനത്തിന് വേണ്ടി നീക്കിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എത്ര വലിയ മാറ്റമായിരിക്കും അത് സൃഷ്ടിക്കുക എന്നത് നമുക്ക് പെട്ടെന്ന് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ലോകത്തിലെ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും വൻതോതിലുള്ള സൈന്യത്തെ നിലനിർത്തുകയും അതിനെ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നത്? നമ്മുടെ വിഷയം യുദ്ധവും മുതലാളിത്തവും എന്നതാണ്. മുതലാളിത്തത്തിന്റെ നിർവചനങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എല്ലാ ഉൽപാദനോപാധികളും സ്വകാര്യ നിയന്ത്രണത്തിന് കീഴിലാവുകയും എല്ലാ ചലനങ്ങളും ലാഭത്തെ കേന്ദ്രീകരിച്ചാവുകയും ചെയ്യുന്നതാണ് മുതലാളിത്തം. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. മുതലാളിത്തത്തിന്റെ ലക്ഷ്യം ലാഭമാണ്, കൂടുതൽ ലാഭമാണ്. അതിനവലംബിക്കുന്ന മാർഗം ചൂഷണമാണ്. അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ മുഖമുദ്ര ചൂഷണമായിരിക്കുന്നു. എല്ലാറ്റിൽ നിന്നും ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ലോകത്തെ നന്മയിലേക്ക് നയിക്കാനാവില്ല എന്ന് പറയാറുണ്ട്. ആ മുതലാളിത്തത്തിന്റെ നിഘണ്ടുവിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന വ്യവസായങ്ങളിൽ ഒന്ന്, അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ആയുധ വ്യവസായമാണ്. ആ ആയുധ വ്യവസായത്തിന്റെ മുൻപിൽ ഇന്ന് നിൽക്കുന്നത് അമേരിക്കയാണ്. ലോകത്തിലെ മൊത്തം ആയുധ കയറ്റുമതിയുടെ പകുതിയോളം, 42% മറ്റോണെന്ന് അമേരിക്കയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ സമാധാനത്തിന്റെ 100 പൂക്കൾ വിടരുന്ന അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായാലോ, എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തികൾ സംഘർഷമൊഴിയുകയും രാഷ്ട്രങ്ങൾക്കിടയിൽ സാഹോദര്യത്തിന്റെ ഒരു പുതിയ വസന്തം വിടരുകയും ചെയ്താലോ, പാരസ്പര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്തമായ ഭാവങ്ങൾ രാഷ്ട്രങ്ങളുടെ അടയാളങ്ങളായി മാറുന്ന ഒരു കാലത്ത് ആദ്യം പട്ടിണിയിലായി പോവുക അമേരിക്കയിൽ. വലിയ പ്രതിസന്ധിയെ നേരിടുക അമേരിക്കയെ പോലെ, ഇസ്രായേലിനെ പോലെ ചില രാജ്യങ്ങളാണ്. കാരണം ആയുധ വ്യവസായത്തെ അടിസ്ഥാനമായി സമ്പദ്ഘടന കെട്ടിപ്പടുത്തിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഇങ്ങനെയുള്ള ചില രാജ്യങ്ങൾ. അത് അമേരിക്കയ്ക്ക് സാധ്യമാവുന്നത്, അമേരിക്കൻ സമൂഹത്തെ മുൻപോട്ട് നയിക്കുന്നത് മുതലാളിത്തത്തിന്റെ മൂല്യബോധമാണ് എന്നതാണ് പ്രശ്നം. മുതലാളിത്തത്തിന്റെ നിഘണ്ടുവിൽ സ്നേഹമോ മനുഷ്യത്വമോ മാനവികതയോ കാരുണ്യമോ കരുതലോ ഒന്നുമില്ല. അതുകൊണ്ടാണ് മുതലാളിത്തം എത്രമാത്രം വികസിച്ചാലും എല്ലാവരോടും നീതി ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായി അതിന് മാറാനാവില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഉദാഹരണം, അമേരിക്കയിൽ ഇപ്പോഴും സ്കൂളിൽ പോകാത്ത കുട്ടികളും വീടില്ലാത്ത മനുഷ്യരും എഴുതാനും വായിക്കാനും അറിയാത്തവരും എല്ലാം ഉണ്ട് എന്നതാണ്. സമ്പൂർണ്ണ സാക്ഷരത എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കൈവരിക്കാനാവാത്തത്?
ലോക വ്യാവസായിക മുതലാളിത്തത്തിന്റെ പറുദീസ എന്നറിയപ്പെടുന്ന, ലോകത്തിലെ എല്ലാ വളർച്ചയുടെയും വികാസത്തിന്റെയും അവസാന വാക്കെന്ന് പലരും ഉദ്ഘോഷിക്കുന്ന അമേരിക്കയ്ക്ക് സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് അത് അസാധ്യമായതുകൊണ്ടല്ല, അത് ലാഭകരമായ ഒന്നല്ല എന്നതുകൊണ്ടാണ്. അമേരിക്കയിൽ ഇപ്പോഴും തെരുവിലലയുന്ന മനുഷ്യരെ, അനാഥരെ, യാചകരെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാതിരിക്കുന്നത്? അത് ലാഭകരമായ ഒരു കാര്യമല്ല എന്നതുകൊണ്ടാണ്. ചൈന ഇപ്പൊ ലോകത്തിന്റെ മുൻപാകെ അഭിമാനകരമായ ഒരു നേട്ടമായി വിളംബരം ചെയ്തിട്ടുള്ളത് അതിദാരിദ്ര്യം ഞങ്ങൾ തുടച്ചു നീക്കി എന്നതാണ്. അതിദരിദ്രരില്ലാത്ത ഒരു രാഷ്ട്രമായി ചൈന മാറി എന്നതാണ്. ഇപ്പൊ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ രാജ്യം ഏറ്റവും ഒടുവിൽ 105 സ്ഥാനത്തോ മറ്റോ ആണത്. 125 രാജ്യങ്ങളോ മറ്റോ ഉള്ള ഒരു പട്ടികയാണത്. ഗൗരവതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങൾ, ആഗോള വിശപ്പ് സൂചിക. ആ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ ചൈനയില്ല. ചൈന വിശപ്പിനെ മറികടക്കാൻ കഴിഞ്ഞ രാജ്യമായി ഇപ്പോ അംഗീകരിക്കപ്പെടുകയാണ്. ഏറെക്കാലമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യലിസം എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. എന്നാൽ ആ ലക്ഷ്യം ക്ഷിപ്രസാധ്യമായ ഒന്നല്ല. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഞങ്ങൾ. ഒരു 100 കൊല്ലമൊക്കെ എടുക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പൊ ജനകീയ ചൈന സ്ഥാപിതമായിട്ട് 75 കൊല്ലമായി. അപ്പൊ ചൈനയുടെ കണക്കൂട്ടൽ അനുസരിച്ച് തന്നെ ഒരു 10-25 കൊല്ലം കൂടി കഴിഞ്ഞാലേ അത്തരത്തിലൊരു സാമൂഹ്യ സാഹചര്യത്തെ കുറിച്ച് അവർ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്നാൽ അടിയന്തര ലക്ഷ്യങ്ങളായി ചൈന കണക്കാക്കിയ മറ്റു ചില കാര്യങ്ങൾ, അതിലൊന്ന് അതിദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നതാണ്. മറ്റൊന്ന് നഗരങ്ങളും നാട്ടിൻപുറവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നതാണ്. അതിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഞങ്ങൾക്കായി എന്ന ഒരു മികവാർന്ന അനുഭവമാണ് ലോകത്തിന്റെ മുൻപാകെ ഇപ്പോൾ ചൈന വയ്ക്കുന്നത്. ഈ വരുന്ന നവംബർ മാസം 1 അതിദാരിദ്ര്യം പരിഹരിക്കാൻ കഴിഞ്ഞ ഒരു നാടായി കേരളം പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ലോകം വളരെ വിസ്മയത്തോടെയാണ് അതിനെ കാണുന്നത്. 3ാം ലോക രാജ്യം എന്നൊക്കെ നമ്മൾ മുൻപ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് 3.5 കോടിയിലധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം പട്ടിണിയില്ലാത്ത, അതിദാരിദ്ര്യമില്ലാത്ത ഒരു നാടായി മാറുക എന്നത് ഒരു സ്വപ്ന സമാനമായ ലക്ഷ്യമാണ്. അതാണ് നമ്മളിപ്പോൾ നേടാൻ പോകുന്നത്. ഉറപ്പായും നിങ്ങൾ മനസ്സിലാക്കണം, നവംബർ മാസം 2-ാം തീയതി കേരളത്തിലെ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് ഭൂതക്കണ്ണാടി വെച്ച് പട്ടിണി കിടക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടുപിടിക്കും, എന്നിട്ട് ഇത് പൊളിഞ്ഞു എന്ന് നമ്മളോട് പറയും. എന്നാൽ 99% ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളം എത്തി എന്നതാണ് പ്രത്യേകത. അത് നമ്മുടെ ഒരു നേട്ടമാണ്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ. പറഞ്ഞു വന്നത്, ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് ഒന്ന് പട്ടിണിയാണ്. അങ്ങനെ ചിലത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് പരിഹരിക്കുക എന്നതാവണം ഈ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യം. ആ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ചൈനയ്ക്ക് സാധിക്കുന്നത് പട്ടിണി പരിഹരിക്കപ്പെടേണ്ട ആദ്യത്തെ സാമൂഹ്യ വിപത്താണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് ചൈനയെ നയിക്കുന്നത് മുതലാളിത്തത്തിന്റെ മൂല്യബോധമല്ലാത്തതുകൊണ്ടാണ്. ആ മുതലാളിത്തത്തിന്റെ മൂല്യബോധം നയിക്കുന്നതിനാലാണ് ആ ദിശയിൽ ചുവട് വയ്ക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ പോകുന്നതും. അത് മുതലാളിത്തത്തിന്റെ ഒരു സഹജമായ ദൗർബല്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ മുതലാളിത്തമാണ് ലോകത്തിലെമ്പാടും യുദ്ധങ്ങൾ നിലനിൽക്കണമെന്നും യുദ്ധങ്ങൾ കൂടുതൽ ശക്തമായി നടക്കണമെന്നും അതുവഴി ആയുധ വ്യവസായം ശക്തിപ്പെടണമെന്നും അങ്ങനെ ലാഭം കൊയ്യാൻ കഴിയുമെന്നുമെല്ലാം ലോകത്തിലെ ആയുധ വിപണിയെ നിയന്ത്രിക്കുന്ന മുതലാളിത്ത ലോകവും കണക്കാക്കുന്നു എന്നതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. ഞാൻ ഒരുപാട് ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തെക്കുറിച്ചുള്ള ഏത് സ്വപ്നവും മുതലാളിത്തത്തിന്റെ എല്ലാ മൂല്യബോധങ്ങൾക്കുമെതിരായ, മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാടുകൾക്കെതിരായ ഒരു സമരം കൂടിയാണ്. മനുഷ്യരെ യുദ്ധോത്സുകരാക്കുക എന്നതും സ്വാഭാവികമായും ഈ കാലഘട്ടത്തിൽ മുതലാളിത്തം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാടിനെ എത്രമാത്രം യുദ്ധാസക്തി ബാധിച്ചിരുന്നു എന്നത് ഏതാനും ആഴ്ചകൾക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. സങ്കുചിത ദേശാഭിമാനം വളർത്തിക്കൊണ്ട് യുദ്ധാസക്തിയുള്ള മനുഷ്യരെ സൃഷ്ടിച്ച് അത്തരത്തിലൊരു അരക്ഷിതാവസ്ഥ ഏതൊരു യുദ്ധത്തിന്റെയും അന്തരീക്ഷത്തിൽ ലോകത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്.
അതാണ് നമ്മുടെ രാജ്യത്തും പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ രാജ്യത്ത് എന്ന് അമൂർത്തമായി പറയേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടിലും നമുക്കിടയിലുള്ളവരിലും അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പൊ ചില അനിവാര്യമായ യുദ്ധങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാവും. അമൂർത്തമായ ജീവകാരുണ്യവാദമായി സമാധാനത്തെ കാണാൻ കഴിയുമോ എന്ന പ്രശ്നവും ഉയർന്നു വരും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഞാൻ നിഷേധിക്കുന്നതേയില്ല. പക്ഷെ അത്തരത്തിലുള്ള അനിവാര്യമായ യുദ്ധങ്ങൾ ശാശ്വതമായ സമാധാനത്തിന് വേണ്ടിയാണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം രണ്ടാം ലോക യുദ്ധം തന്നെയാണ്. രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ അതിന്റെ ഭാഗമായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റിബൻട്രോപ്പ് മൊളോട്ടോവ് പാക്ട്, അനാക്രമണ സന്ധി സമാധാനം ലക്ഷ്യം വെച്ചുകൊണ്ടുണ്ടായതാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന സോവിയറ്റ് യൂണിയന്റെ നിലപാടിനെ തന്നെയാണ് അത് പ്രതിഫലിപ്പിച്ചത്. രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഘട്ടത്തിൽ യുദ്ധാസക്തിയോടെ യുദ്ധഭൂമിയിലേക്ക് എടുത്തു ചാടിയ രാജ്യത്തിന്റെ പേരല്ല സോവിയറ്റ് യൂണിയൻ. ഞങ്ങൾ ഈ യുദ്ധത്തിനില്ല എന്ന നിലപാട് സ്വീകരിച്ച രാജ്യമാണ്. എന്നാൽ ഏകപക്ഷീയമായ ആക്രമണം ഹിറ്റ്ലർ അഴിച്ചുവിടുകയും സോവിയറ്റ് യൂണിയന്റെ ഭൂപ്രദേശങ്ങൾ കൈയടക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെയാണ് സോവിയറ്റ് യൂണിയൻ ആ യുദ്ധത്തിൽ ഭാഗമാകുന്നത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ സോവിയറ്റ് യൂണിയൻ ഏർപ്പെടേണ്ടി വന്ന യുദ്ധമാണ് രണ്ടാം ലോക യുദ്ധം. യുദ്ധാനന്തരമോ ഹിറ്റ്ലർ കൊല്ലപ്പെട്ടു, ജർമ്മനി കീഴടങ്ങി. ആ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. ഹിറ്റ്ലറെ കീഴടക്കിയത് റഷ്യൻ റെഡ് ഗാർഡുകളായിരുന്നു എന്ന് നമുക്കറിയാം. അവ ലോകത്തെ കിടുകിട വിറപ്പിച്ചിരുന്ന ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി റീസ്റ്റാഗിന്റെ മുകളിൽ ചെമ്പതാക നാട്ടിയ ആ യുദ്ധ മികവിന്റെ അംഗീകാരത്തോടെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെയെല്ലാം കീഴടക്കാം എന്ന നിലപാടല്ല സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചത്. രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ മുൻകൈയെടുത്താണ് വേൾഡ് പീസ് കൗൺസിൽ രൂപീകരിച്ചത്. WPC ഉണ്ടാവുന്നത് അങ്ങനെയാണ്. WPC ഒരു ഘട്ടത്തിൽ മുൻപോട്ട് വെച്ച മുദ്രാവാക്യം സാർവത്രിക നിരായുധീകരണമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആയുധം ഉപേക്ഷിക്കണം, നിരായുധീകരണത്തിന്റെ പാതയിൽ വരണം, ശാശ്വതമായ സമാധാനം, അതായിരുന്നു മുദ്രാവാക്യം. സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക യുദ്ധത്തിൽ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയ ആ വലിയ വിജയം നേടിയതിന്റെ തൊട്ടുപുറകെ ഇത്തരമൊരു സമാധാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളിൽ വേൾഡ് പീസ് കൗൺസിലിന്റെ ഭാഗമായി സമാധാന പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നു. AIPSO അങ്ങനെയാണ് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത്. ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് അത്തരമൊരു ഘട്ടത്തിലാണ്. ലോക സമാധാനം എന്നത് ലോകത്തിലെ എല്ലാ സോഷ്യലിസ്റ്റുകളുടെയും ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു. ലോക സമാധാനം നീണാൾ വാഴട്ടെ എന്ന മുദ്രാവാക്യം ഉത്ഭവിച്ചത് വേൾഡ് പീസ് കൗൺസിലിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ രണ്ടാം ലോക യുദ്ധത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാലും എങ്ങനെയാണ് മുതലാളിത്തം അമേരിക്ക അതിനെ കണ്ടതെന്ന് നമുക്കറിയാം. രണ്ടാം ലോക യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ മുസോളിനി കൊല്ലപ്പെടുന്നു. 1945 ഏപ്രിൽ 28 മുസോളിനി കൊല്ലപ്പെടുന്നു. ഞാൻ വിശദമായിട്ട് സംഭവവികാസങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 2 നാൾ കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായില്ല. ആർത്തിരമ്പി വരുന്ന കടല പോലെ തിരയിടിച്ചു വരുന്ന റഷ്യൻ ചമ്പടയുടെ മുന്നേറ്റം കണ്ട് വളർത്തുനായെയും കാമുകിയെയും കൊലപ്പെടുത്തിയ ശേഷം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അത് 1945 ഏപ്രിൽ 30 2 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇറ്റലി വീണു, ജർമ്മനി വീണു, അച്ചുതണ്ട് ശക്തി കൊണ്ട് അച്ചുതണ്ട് ഒടിഞ്ഞു. ആ അർത്ഥത്തിൽ രണ്ടാം ലോക യുദ്ധം ഏതാണ്ട് കഴിഞ്ഞു. ഹിറ്റ്ലറും മുസോളിനിയും ഇല്ലാതെ, ഇറ്റലിയും ജർമ്മനിയും ഇല്ലാതെ പിന്നെ ഒരു യുദ്ധം അസാധ്യവുമാണ്. ജപ്പാന്റെ ചില ചെറിയ ആക്രമണങ്ങൾ ഒരുപക്ഷെ അപ്പോഴും ഉണ്ടാകാം. എന്നാൽ രണ്ടാം ലോക യുദ്ധം ഏകദേശം 1945 ഏപ്രിലോടെ അവസാനിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ പിന്നെയും 3 മാസം കഴിഞ്ഞാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിക്കാൻ അമേരിക്ക തീരുമാനിക്കുന്നത്. ഹാരി എസ് ട്രൂമാനാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. പരാജയപ്പെടുത്തിയ ഒരു ജനതയുടെ മേൽ, അല്ലെങ്കിൽ അവസാനിച്ചു കഴിഞ്ഞ ഒരു യുദ്ധത്തിന്റെ ഒടുവിലത്തെ ചില ചെറു ചലനങ്ങളുടെ മേൽ എന്തിന് അണുബോംബ് വർഷിക്കണം എന്ന ചോദ്യം പലരും ഉയർത്താത്തത് ഒരു അത്ഭുതകരമായ കാര്യമാണ്.
ലോകം കണ്ട ഏറ്റവും വലിയ കൊടും ക്രൂരതയായി വിലയിരുത്തേണ്ടതാണത്. എത്ര മനുഷ്യരാണ്, 10,000-കണക്കിന് മനുഷ്യർ ഒരു നിമിഷം കൊണ്ട് എരിഞ്ഞു തീർന്ന ലോകം കണ്ട മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്നോളം കണ്ട ക്രൂരകൃത്യങ്ങൾ ഏറ്റവും കൊടും ക്രൂരകൃത്യം. അവിടെ കൊണ്ട് അവസാനിക്കാതെ എത്ര തലമുറകളെ ഈ ആണവ വിസ്ഫോടനത്തിന്റെ ആഘാതം വേട്ടയാടുന്നുണ്ട്. ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ജനിച്ച് മിനിറ്റുകൾക്കകം മരിച്ചു പോകുന്ന കുട്ടികൾ, മരണത്തിനു വേണ്ടി മാത്രമുള്ള പിറവികൾ നടക്കുന്ന നാടായി ജപ്പാൻ മാറിയതെങ്ങനെയാണ്? ഹിരോഷിമയും നാഗസാക്കിയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ, അമേരിക്കൻ മുതലാളിത്തത്തിന്റെ കൊടും ക്രൂരതയുടെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ്. അത് മറ്റൊന്നുകൊണ്ടുമല്ല. ഇറ്റലിയിൽ മുസോളിനി വിപ്ലവകാരികളാൽ വധിക്കപ്പെടുന്നു. ഹിറ്റ്ലർ റഷ്യൻ ചെമ്പടയുടെ മുന്നേറ്റത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നു. സോവിയറ്റ് ചെമ്പടയുടെ യുദ്ധവീര്യം ലോകമെങ്ങും പുകൾപ്പെട്ടതായിട്ട് മാറുന്നു. അത്തരമൊരു ഘട്ടത്തിൽ രണ്ടാം ലോക യുദ്ധത്തിന്റെ മേധാവിത്വം കൈയാളുന്നതിനും തങ്ങളുടെ ഹിംസോന്മുഖമായ ആയുധ സമ്പത്ത് ലോകത്തിന്റെ മുൻപാകെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആയുധ വ്യവസായത്തെ മുൻപോട്ട് കൊണ്ടുപോകാനും സംസാരം നിർത്താനായിരുന്നു ശരീരം ഓർമ്മിക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ തന്നെ മേധാവിത്വം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുമായാണ് അമേരിക്ക 10,000-കണക്കിന് വരുന്ന മനുഷ്യരെ ചുട്ടുപോകുന്നത്. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യനായി, അല്ലെങ്കിൽ ക്രൂരതയുടെ പ്രതീകമെന്ന പോലെ ഒരാളെ അവതരിപ്പിക്കാമെങ്കിൽ ഹാരി എസ് ട്രൂമാനെയാണ് അവതരിപ്പിക്കേണ്ടത്. പക്ഷെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ ഒരു വിശേഷണം ഹാരി എസ് ട്രൂമാന് ചാർത്തി കൊടുത്തിട്ടുള്ളത്? ക്രൂരന്മാരെ കുറിച്ച് പറയുമ്പോൾ ഹിറ്റ്ലറെ പിന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് ചേർത്ത് വെച്ച് സ്റ്റാലിന്റെ ചിത്രമാണ്, ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയ സ്റ്റാലിന്റെ ചിത്രമാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഹാരി എസ് ട്രൂമാന്റെ ചിത്രം നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അതാണ് മുതലാളിത്തത്തിന്റെ പ്രചരണ യുദ്ധം എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നല്ല ചുമണ്ടായിരുന്നാണ്, കാരണം നേരെ സംസാരിക്കാൻ കഴിഞ്ഞ എനിക്കൊക്കെ അത്ഭുതമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഈ ആയുധങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകക്രമത്തിനെതിരായ പ്രതിരോധം ചെറിയ രൂപത്തിലാണെങ്കിലും ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയാണ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് വെക്കേണ്ടതാണോ എന്നറിയില്ല, മനുഷ്യരുടെ ഹിംസോന്മുഖമായ മനസ്സ്, ചിന്ത, മനോഭാവം, അതും മറ്റൊരു തലത്തിലാണെങ്കിലും നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഉയർന്ന രൂപമാണ് രാജ്യങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിന് നേർവിപരീതമായ കാഴ്ചപ്പാടുകളെയാണ് സോഷ്യലിസ്റ്റുകൾ എല്ലാ കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെന്റെ വാക്കുകൾ സംഗീതമായി ആസ്വദിക്കുന്ന കാലം എന്നൊക്കെ കാവ്യാത്മകമായി ഈ കാഴ്ചപ്പാടുകളെ ചിലർ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ ആ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും മനുഷ്യത്വത്തിന്റേതുമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമുക്ക് യുദ്ധോത്സുകതയെ, യുദ്ധത്തെ കൂടുതൽ രൂക്ഷമായി നിലനിർത്താനും യുദ്ധാന്തരീക്ഷം നിലനിർത്താനും എല്ലാം പ്രയത്നിക്കുന്ന മുതലാളിത്തത്തെയും നേരിടാനാവുക. ഇപ്പോ ഏറ്റവും അടുത്ത് നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഷിനിലാലിന്റെ ഇരു എന്ന് പറയുന്ന ഒരു നോവൽ വായിച്ചിട്ടുള്ള ഒരു പക്ഷേ കൂട്ടത്തിലുണ്ടാവും. ഇരു എന്ന നോവലിൽ വളരെ ഓർത്ത് വെക്കേണ്ട ഒരു ഭാഗം, ഒരു വേടനും വേടത്തെയും മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനതിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അവരുടെ മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു ആൺമയിലും പെൺമയിലും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ മയില് വേടനോടും വേടത്തിയോടും ചോദിക്കുന്നു, ഞങ്ങൾ പക്ഷിമൃഗാദികൾ രമിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഇരുകാലികളായ നിങ്ങൾക്ക് എന്തു കാര്യം എന്നാണ്. അപ്പൊ വേടൻ ഇതിന് നേരെ അമ്പു കുലയ്ക്കുന്നുണ്ട്. ഒരു നോട്ടം കൊണ്ട് അത് തടഞ്ഞ വേടത്തി പറയുന്ന മറുപടി, മയിലിനോട് പറയുന്ന മറുപടി, വളരെ പണ്ട് വാക്കും നാക്കും തിരിയുന്നതിനു മുൻപ് ഞങ്ങളും നിങ്ങളും ഒന്നായിരുന്നു എന്നാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒന്നാണ്, സഹോദരീ സഹോദരന്മാരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
സർവരും സഹോദരർ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിന് കൊടുത്ത ഒരു തലക്കെട്ട്. എന്നാൽ മനുഷ്യർ മാത്രമല്ല, പക്ഷിമൃഗാദികളും മനുഷ്യരും ജീവനുള്ള സകലരും ഒന്നാണ് എന്നൊരു പുതിയതായിരിക്കില്ല കാഴ്ചപ്പാട് തന്റെ നോവലിൽ ഷിനിലാൽ മുൻപോട്ട് വെക്കുന്നു. നമ്മുടെ സഹോദരനായ ഒരു എഴുത്തുകാരനാണ് ഇങ്ങനെ ഒരു പരാമർശം തന്റെ കൃതിയിൽ നടത്തുന്നത് എന്നത് വളരെ അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ അമ്പ് കുലച്ചു നിൽക്കുന്ന വേടനോട് മയില് പറയുന്നുണ്ട്, ആയുധത്തിന്റെ അഹന്തയുമായാണോ നിങ്ങൾ മല കയറാൻ വന്നിരിക്കുന്നത്? അത് വലിച്ചെറിയൂ എന്നാണ് പറയുന്നത്. മയിലിന്റെ വാക്കുകേട്ട് ഈ ആയുധം വലിച്ചെറിയുന്നതായാണ് നോവലിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ആയുധത്തിന്റെ അഹന്ത എന്നതൊരു നല്ല പ്രയോഗമാണ്. എല്ലാ ആയുധങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ഭാവം ആധിപത്യത്തിന്റെയും അഹന്തയുടെയും ക്രൂരതയുടെയും ഒക്കെയാണ്. ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയല്ലാതെ മറ്റൊരു ഉപയോഗവും സാമാന്യഗതിയിലില്ല. ആ ആയുധ വ്യവസായമാണ് ലോകത്തിലെ ഏറ്റവും ലാഭകരമായ വ്യവസായം. കൂടുതൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് നമ്മുടെ ഗവേഷണശാലകളിൽ അധികവും നടക്കുന്നത്. അതിർത്തികളെ പലയിടത്തും അവ്യക്തമായ അതിർത്തികളെ ചൊല്ലിയുള്ള ആകുലതകളാണ് പല രാഷ്ട്രത്തിന്റെയും സമ്പദ്ഘടനകളെ തന്നെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ ഏറെക്കാലമായി വെല്ലുവിളികളായി ഉയർന്നു നിൽക്കുമ്പോൾ അത് മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാടിലെ അനിവാര്യമായ, അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാടിലെ അല്ല, മുതലാളിത്തം ശക്തമായി നിലനിൽക്കുന്ന ഒരു ലോകത്ത് അനിവാര്യമായി ഉണ്ടാവുന്ന ദുരന്തമാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് യുദ്ധോത്സുകതയ്ക്കെതിരായി, യുദ്ധ സാഹചര്യങ്ങൾക്കെതിരായുള്ള ഏത് വാക്കും അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യവും അവരോടുള്ള നമ്മുടെ ഐക്യപ്രഖ്യാപനവുമെല്ലാം സൂക്ഷ്മാർത്ഥത്തിൽ മുതലാളിത്തത്തിനെതിരായ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണ്. ആ നിലപാട് കൂടുതൽ ശക്തിപ്പെടേണ്ട ഒരു കാലമാണിത് എന്ന് സമകാല സംഭവങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.